ആ പിന്നെ നമ്മളതിൽ മറ്റേ ഇപ്പോൾ കോൺഗ്രസ് UDF നമ്മളെ നിലവിൽ വന്നു. അതൊക്കെ അപ്പോൾ നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടാണ് നമ്മൾ പിന്നെ കോൺഗ്രസിനെ നിലയിൽ നിർത്തിയിട്ടുള്ളത്. ഓരോ വോട്ട് വെച്ചാണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി ആരായിരുന്നു, എന്തായിരുന്നു, പിണറായിൻ്റെ പിൻകാല 10 വർഷമൊക്കെ ഭരിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പുറത്ത് വരണം. പിന്നെ മുകേഷ് ആരായിരുന്നു, ഗണേഷ് കുമാർ എന്തായിരുന്നു, അതൊക്കെ ജനങ്ങൾക്ക് ഈ കോൺഗ്രസ് കാണിച്ച് തരേണ്ടതുണ്ട്. അവരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി, എങ്ങനെയൊക്കെ ഉണ്ടാക്കി, അവിടെ മക്കളുടെ പേരിൽ പല പേരിലുള്ള കേസുകളൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ബാധ്യതയാണ് കേട്ടോ. ആ ബാധ്യത ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ജനങ്ങളാണ് ഈ കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കരുത്. അപ്പോൾ പിണറായിൻ്റെ പിൻകാല വിഷയങ്ങൾ കണക്കിലെടുത്ത് കേസെടുത്ത് അയാളെ കേരളത്തിൽ നിന്ന് പുറത്താക്കണം. അയാൾ ഒരിക്കലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളം കാണാൻ പാടില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളം പിന്നെ അയാൾ കാണാൻ പാടില്ല. അത്രയും ജനങ്ങൾ അയാളെ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വിശ്വാസം ഇല്ലാതാക്കിയിട്ടാണല്ലോ കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയിട്ടുള്ളത്. ആ വിശ്വാസം എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഈ കോൺഗ്രസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ സ്വപ്ന കേസ്, അതുപോലെ തന്നെ ശബരിമല വിഷയം ജാതിഭേദമില്ലാതെ കണക്കിലെടുത്താണ്ട് അത് ഏതോ അന്വേഷിച്ചിട്ട് അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട വിഷയം അതാണ്. അയാൾ രാജിവെച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അത് രാജിവെച്ചാലും ശരി, രാജിവെച്ചിട്ടില്ലെങ്കിൽ ശരി, അയാളെ കുടുംബത്തിൻ്റെയും അയാളെ പിൻകാല കാര്യങ്ങളും കറണ്ട് ബില്ലും എല്ലാ വിഷയങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ, പിന്നെ അതിനെ വിശ്വാസമില്ലായിട്ടാണല്ലോ കോൺഗ്രസ്സിനെ നമ്മൾ നിലയിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വാസം കോൺഗ്രസ് ചെയ്യേണ്ടത് മാർക്സിസ്റ്റിൻ്റെ പേരിൽ എന്തെങ്കിലും അനുമതി ഉണ്ടെങ്കിൽ വേണ്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. മുകേഷിൻ്റെ പേരിലും ഗണേശിൻ്റെ പേരിലും എന്തെങ്കിലും എന്ന പോലെ തന്നെ പിണറായിൻ്റെ പേരിലും അതൊക്കെ അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങൾ മാത്രം